ഇന്നിതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ പോകുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പായ വിരിച്ച ഇതൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ അളുമാര മൊത്തം അലങ്കോലപ്പെട്ടിട്ടുള്ള അലങ്കോലപ്പെടുക എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് ഒന്നും പറയണ്ട. എൻ്റെ ഡ്രസ്സുകൾ കംപ്ലീറ്റ് ഞാൻ ഇന്നൊന്ന് സെറ്റാക്കാൻ പോകുന്ന വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിക്ക് മടക്കി വെക്കാനെന്നുള്ളത് ഇല്ലാതെ എല്ലാം എടുത്തിട്ടുണ്ട്. വെറുതെ ഇരിക്കാൻ നമുക്ക് എന്തായാലും ആവില്ല, അത്രക്കും പണികൾ ഓരോരോ സമയമുണ്ട്. ഡ്രസ്സ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. രണ്ടിടലിട്ടിട്ട് നമ്മൾ പോകുമ്പോൾ വിചാരിക്കും അത് പഴയതായില്ലേ വേറെ വിടാം. പക്ഷേ എനിക്കിത് ഇന്നലെ വാവട്ടം വരുമ്പോൾ കൊണ്ടുതന്നെയാണ് ഈ ഒരു. ഞാനിപ്പോൾ ഈ ഷോളുള്ള സെറ്റ് ചുരിദാർ എടുക്കൽ കുറവാണ്, അധികം ടോപ്പും അതങ്ങനെയാണ് എടുക്കൽ. പിന്നെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാരി ഉണ്ട് എനിക്ക് തോന്നുന്നത് ഉടുക്കാത്തത് ഉപയോഗിക്കാത്തത് കുറേ കാലങ്ങളെ, അതുകൊണ്ട് അതെങ്ങനെ തന്നെ അട്ടിക്കുന്നുണ്ട്. അപ്പം ചുരിദാർ ഞാൻ ഇന്നെല്ലാം ശരിക്കും വെച്ചാൽ ഒരു അളമാരിൻ്റെ 3 കള്ളി ചുരിദാറുണ്ട്, അതിലൊന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ. ഉച്ചക്കൊരു വിശ്രമിക്കേണ്ട സമയത്തും പണി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഓരോന്നോരോരോ ജോഡിയായിട്ടും സെറ്റായിട്ടും തന്നെ വെക്കാം. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ 2 ദിവസമേ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവിടെ വേറെ ആരും വലിച്ചിടുന്നില്ല. പിന്നെ ഇടയ്ക്കെൻ്റെ മോള് വരും, ഒരൊറ്റ വലിക്കലായിരിക്കും. പിന്നെ ഓളെ ഡ്രസ്സ് ഉണ്ടോയെന്ന് നോക്കാൻ പരിധി പിടിക്കുള്ളൂ. അപ്പം മടക്കി വെച്ചതും എല്ലാം കൂടെ ഒന്നപ്പടി ഇങ്ങോട്ടേക്ക് തള്ളിയിടുകയും ചെയ്യും. നല്ല തള്ളി അങ്ങോട്ടേക്ക് കയറ്റിയിട്ട് ഓള് പോവുകയും ചെയ്യും. അപ്പം എനിക്ക് പിന്നെ ഒരു പണി. പിന്നെ അധികം ഈ പറഞ്ഞ പോലെ ഞാനിടുന്ന പല ഡ്രസ്സും കാണുമ്പോൾ അധികം ആൾക്കാരും ചോദിക്കലുണ്ട്, ഇടുന്ന വാങ്ങൽ ആ മോഡലെല്ലാം ഇങ്ങനെ എങ്ങനെയാണെന്നെല്ലാം ചോദിക്കലുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വെറും ഷോളില്ലാത്ത മറ്റേ ടോപ്പും ഇതും വാങ്ങുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വരുന്ന ഉള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈനിൽ ഷോപ്പിൽ കൂടെ വാങ്ങുന്ന. ഇത് നല്ല ഡ്രസ്സാണ്, നല്ലൊരു നമുക്കൊരു മോഡലായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ചൂടും ഉണ്ടാവില്ല, നല്ല സാധാ കോട്ടൻ്റെ ഡ്രസ്സാണ് ഇത്. എനിക്ക് ഈ മടക്കുന്നൊന്നും അത്ര വശമൊന്നുമില്ല. ഇവിടെ ഭാവമായിട്ട് നല്ല അടിപൊളിയായിട്ട് മടക്കി വെച്ച് തരും. പക്ഷേ ഇപ്പം കിട്ടലില്ല മൂപ്പറ ഒന്നിനും. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണം. പണിയോട് പണി തിരക്കാണ്. അതിൻ്റെ പാൻറ്റ്, ഇതിന് ഷാളില്ല, ഇത് സാധാ ഒരു ടോപ്പും ഒരു പാൻറ്റും മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല അധികവും വാങ്ങലുണ്ട്, പക്ഷെ നല്ല ഡ്രസ്സായിരിക്കും. എപ്പോൾ നല്ല തുണിയും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. പിന്നെ മടക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരുന്നൊരു പണിയായത്. മടക്കി വെക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു മടുപ്പാണ്. ഒരു സമയത്ത് നമുക്ക് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും നല്ല ഷാളിനും നല്ല എംബ്രോയ്ഡറിയിലുള്ള. ഇതെൻ്റെ അനിയത്തി വാങ്ങി തന്നെയാണ്. ഓളെ ഏതോ ഒരു ഓണത്തിനോ വിഷു എന്തിനാണ് നിനക്കറിയില്ല, ഒരു ഓണത്തിനോ വിഷുവിനോ അങ്ങനെ എന്തോ എനിക്ക് വാങ്ങി തന്ന. അതിൻ്റെ കൂടി പാൻറ്റും ഷാളും എല്ലാം ഉണ്ട്. ഉണ്ടാ ഷാളാണ്, നല്ല അടിപൊളി ഷാളാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ സെറ്റ് ഉടുക്കാത്ത കൊണ്ട് അങ്ങനെ അത് അടുത്ത് തന്നെയായി. അതിൻ്റെ ഒരു പാൻറ്റും കൂടെ ഉണ്ട്. എൻ്റെ പാൻറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ വെക്കും, പരിചയനാവില്ല. അപ്പോഴത്തേക്ക് വേറെ മടക്കട്ടെ. പിന്നെ എപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇല്ലാത്ത കളറ് അങ്ങനെ നോക്കിയിട്ടല്ലേ എടുക്കുക. പക്ഷേ എനിക്ക് അധികം മെറൂൺ ഡ്രസ്സുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സെറ്റ് ചുരിദാറാണ്. അടിപൊളി ചുരിദാർ. ഇതെൻ്റെ മോളെ പ്രസവിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എനിക്ക് അങ്ങനെ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്ന. എനിക്ക് സാരി വേണ്ട നോക്കറിയാം, സാരി ഞാൻ അങ്ങനെ ഉടുക്കലില്ല എന്നുള്ള അറിയാം. അതുകൊണ്ട് ചുരിദാർ മതി എന്നിട്ട് അങ്ങനെ ചുരിദാർ ഇവിടെ തന്നെ. ഇത് നല്ലൊരു ചുരിദാറാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാർ. ഇതിൻ്റെ പാൻറ്റ് ഞാൻ സെറ്റ് ചുരിദാറിൻ്റെ പാൻറ്റ് അത് ഇടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ലെഗിൻസ് വാങ്ങിയതാണ്. ഇതിൻ്റെ പച്ചയാണ്. പിന്നെ ഒരു ഷാളും ഉണ്ട്. ഇതിൻ്റെ ഷാള് ഇങ്ങനെ നോക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പണിയൊന്നുമല്ല. ഒരു ദിവസം ഇങ്ങനെ സെറ്റെല്ലാം അടുക്കി വെക്കും. പിന്നെ ഷാളും ഉണ്ടാവില്ല, പാൻറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജോഡി കിട്ടാത്ത എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വെക്കാം, കിട്ടുമ്പോൾ വെക്കാം. ഇതാ ഇതിൻ്റെ ഒരു പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതിപ്പോൾ നല്ല അടിപൊളി ഒരു ചുരിദാറാണ്. നമ്മളെ പാകിസ്ഥാൻ മോഡൽ എന്നെല്ലാം പറയുന്ന പോലത്തെ ഇതെനിക്ക് മോള് വാങ്ങിച്ചു തന്നെയാണ്. പിന്നെ മോളെ ഷോപ്പിൽ നിന്ന് മോളെ ഈ ഒരു മോഡൽ വന്നേരം എനിക്ക് മോളെടുത്ത് തന്നത്.
കൂടെ തന്നെ പോകുമ്പോൾ ഫസ്റ്റ് ഇട്ടത്. പക്ഷെ ഇപ്പം ഞാനത് അങ്ങനെ ഇടലില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ചൂടിനൊന്നും അങ്ങനെ നമുക്ക് ഇടാൻ പറ്റില്ല, നല്ല ചൂടെടുക്കും. ഇത് സെറ്റാണ്, ടോപ്പ് മാത്രമല്ല. അടിപൊളി ഒരു ഷാളുണ്ട്, നല്ല എംബ്രോയ്ഡറി വർക്കെല്ലാം കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ്. പിന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ സാരി തന്നെയാണ് എല്ലാവരുടെയും ഇപ്പോൾ ഉടുക്കൽ. ഇപ്പം സാരി ഉടുക്കുന്നതേ ഇഷ്ടമില്ല. സാരിയെല്ലാം പൂപ്പ് മണം വന്നിട്ട് ചിലപ്പോൾ വെയിലത്തെല്ലാം ഇട്ട് ഉണക്കിയിട്ടെല്ലാം വെക്കും. കുറേ സാരി ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്തു. അമ്മ വീട്ടിൽ നിന്ന് സാരിയല്ലേ ഇടുക, അന്നേരം അമ്മക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒറ്റക്ക് ഇറങ്ങിയോണ്ട്, ഒറ്റക്ക് നമുക്ക് എന്ത് പണിയെടുക്കുമ്പോൾ ഒരു മടുപ്പല്ലേ ഉണ്ടാകുക. മോനോട് പറഞ്ഞിട്ട് ഓനൊന്നും കൂടിത്തരില്ല, ഓൻ്റെതുകൊണ്ട് ഇഷ്ടം പോലെ മടക്കേ. പക്ഷെ ഞാൻ എൻ്റെ ആദ്യം ഒതുക്കട്ടെ, എന്നിട്ട് ഓൻ്റെത് മടക്കി വെക്കാമെന്ന് വെച്ചിട്ട്. കണ്ട സെറ്റ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് കഴിയും. ഓരോ ചുരിദാറിനും നമുക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വരും എന്താന്നുള്ള. കണ്ട ഈ ഒരു ചുരിദാർ ഇതോ ഈ പറഞ്ഞ പോലെ തുണി മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ അടുപ്പിച്ചതാണ്. ഇതെൻ്റെ നമ്മളെ സഹപാഠി ഫസ്റ്റിലത്തെ ഒരു സംഗമമുണ്ടല്ലോ, ആ സംഗമത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പരിപാടി അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അടുപ്പിച്ചതാണ്. നല്ലൊരു ചുരിദാറാണ് ഇത്. ഞാൻ എത്രയോ പ്രാവശ്യമോ പല കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ചുരിദാറാണ്, എല്ലാവരും പറയുന്നുണ്ട് അടിപൊളി. എനിക്ക് ഈ പറയുന്ന പോലെ വലിയൊരു ഇതായോണ്ടോ അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ കണ്ടുമടുത്ത എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ടോപ്പായിക്കോട്ടെ, അത് ഇടുന്നതും ഒന്നും ഇഷ്ടമില്ല. എനിക്ക് എപ്പോൾ വെറൈറ്റി ആണോ, ഇപ്പോൾ എന്തും വെറൈറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പലതും വെറൈറ്റി ആയിട്ട് തന്നെയാണ് നടന്ന്. എൻ്റെ അസുഖം പോലും എനിക്ക് വെറൈറ്റി ആയിട്ടാണ് വന്നത്. അപ്പം അത് ചുരിദാറായിക്കോട്ടെ, മാലയായിക്കോട്ടെ, എന്ത് സാരി ആയിക്കോട്ടെ, എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് വെറൈറ്റിയോടാണ് കൂടുതൽ. എല്ലാവരും ഉപയോഗിക്കുന്നത് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ല. ആവർത്തന വിരസത എന്നെല്ലാം പറയൂലേ, അതുപോലെ അത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ ലെഗിൻസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റ് ഞാൻ ഇടലില്ല, ലെഗിന് വാങ്ങി ഇതാണ്. അപ്പോൾ ഇതും ഇങ്ങനെ സെറ്റാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുരിദാറുകൾ എത്ര കിടക്കുന്നതല്ലേ, എല്ലാം മടക്കി വെക്കുമ്പോഴത്തേക്ക് തളർന്ന് തരിപ്പണാവും. ഇത് കോട്ടൻ്റെ അടിപൊളി ഒരു മെറ്റീരിയലല്ല, ഇത് കോട്ടൻ്റെ അടിപൊളി ഒരു ചുരിദാറാണ്. അന്നേരം ഇതെനിക്ക് മോള് വാങ്ങിച്ചു തന്നെ തലശ്ശേരിയിൽ നിന്ന്. ഓള് 2 ഡ്രസ്സ് എടുക്കുമ്പോൾ ഓളെടുത്ത് തന്ന ചുരിദാറായത്. ഷാളും പാൻറ്റും ഇതെല്ലാം ചൂടിനിടാൻ നല്ല സംഭവമാണ്. പാൻറ്റും ഷോളും എല്ലാം ഉള്ള സെറ്റ് വരുന്ന 1300 അങ്ങനെ അന്നേരം വരുന്നുണ്ട്. കോട്ടൺ എന്തായാലും വില കൂടൂലേ. അങ്ങനത്തെ ഒരു ചുരിദാർ. ഓരോ ചുരിദാറിനും എനിക്ക് ഓരോരോ കഥകളുണ്ടാവും. അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ. എനിക്കെല്ലാം അങ്ങനെ ഉണ്ടാവില്ലേ, എനിക്കങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇത് മെറ്റീരിയൽ വാങ്ങിയിട്ട് അടുപ്പിച്ച ഈ ഒരു ചുരിദാറിന് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയണ്ടേ, പറയാൻ കുറേ ഉണ്ട്. ഈ സംഭവം ഇതേ ഒരു മഞ്ഞ കളർ മൂക്കും ഈ മെറൂൺ ആക്കും 2 മെറ്റീരിയൽ അവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ മഞ്ഞ ഓളെടുത്ത് ഓളടുപ്പിച്ച് നോക്കത്. നമ്മളിത് ഫസ്റ്റിലിട്ടത് എൻ്റെ ഏച്ചീൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോളെ കല്യാണത്തിനാണ്. നമ്മളെ മാളുവിൻ്റെ കല്യാണത്തിന് ഫസ്റ്റിലിട്ട. മാളുവിൻ്റെ വാവക്കിപ്പോൾ LKG UKG ആയിട്ടും പഠിക്കുന്ന. അപ്പം അമ്മയും മോളും അന്ന് ഒരേപോലത്തെ ചുരിദാർ ഇട്ടത് അന്നാണ്. കുറേ ആയി, എത്രയായി, കൊല്ലങ്ങൾ കുറേ ആയി. എനിക്ക് തോന്നുന്നൊരു മോനിപ്പോൾ 7 വയസ്സായി, 8 കൊല്ലമായിട്ടുണ്ടാവും ഈ ഡ്രസ്സ്. അപ്പം അതിനൊരു പാൻറ്റുണ്ട്, അത് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ വെക്കാം. അതാ പറയുന്നത്, ചില മെറ്റീരിയൽ ഒരു വസ്തു ആവില്ല. നല്ല ഇപ്പോൾ ഞാനിത് ഇടുന്നുണ്ട്, ഇപ്പോൾ നല്ല കളറും പോയിട്ടില്ല. മോളത് ഞാൻ ആർക്കോ കൊടുത്ത് കളഞ്ഞ്. നല്ല ഡ്രസ്സേനും അവൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്ത് എൻ്റെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അങ്ങനത്തെ ഒരു മോഡൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ. നല്ല പൈസയുണ്ട്, എന്തായാലും 1,500 അതിൻ്റെ എല്ലാം ഇടയ്ക്ക് 1,700 അടുക്കെല്ലാം വരും. ഇത് ഞാനീ പറഞ്ഞ പോലെ സാരി കൊണ്ട്
ഈ ഒരു മോഡൽ വന്ന സമയത്ത് ഒരു സാരി മുറിച്ചിട്ട് ഞാൻ അടിപ്പിച്ചതാണ്. നല്ല ചുരിദാറായിരുന്നു. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഞാൻ യെല്ലോ കളറോ ഗോൾഡൻ കളറായിട്ടോ പാൻറ്റ് ഇടും. അപ്പോൾ ഇതൊരു ചുരിദാറാണ്, ടോപ്പാണ്, ഫ്രോക്ക് പോലത്തെ. ഇത് എനിക്ക് LICയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു രാജ്ഞി ക്യൂനും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് കോഴിക്കോട് നിന്ന് അങ്ങനെ തോന്നുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് റോസ് ഡ്രസ്സ് എല്ലാവരും ഇടണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു ഡ്രസ്സായത്. ഇതെനിക്ക് ഇഷ്ടമില്ല, ഗതികേട്ടുണ്ടെന്ന് ഇരട്ടുന്നേരും. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇത് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ കുറേ ഇട്ടിട്ടില്ല, ഇതെല്ലാം പോയി. നല്ലൊരു മോഡലാണ് കണ്ടോ. ഇതെൻ്റെ മോള് വാങ്ങി തന്നെ ഷോപ്പിൽ നിന്ന് മോള് തന്ന ഡ്രസ്സാണ്. അടിപൊളി ഡ്രസ്സ്. ഇതെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ നിറയെല്ലാം കുറേ പോയി. എത്ര ഇട്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഹോസ്പിറ്റലോട് ഇങ്ങനെ ദിവസം പോക്കല്ലേ. അപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ എല്ലാം നിന്നിട്ട് ആ തലക്കും എല്ലാം കൊണ്ട് അത് എൻ്റെ എല്ലാം പോയി. അതുപോലെ തന്നെ ഇതെനിക്ക് മോള് വാങ്ങി തന്ന ടോപ്പാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ടോപ്പായിരുന്നു, കോട്ടൻ്റെ. പക്ഷേ ഇതെല്ലാം പോയി. ഇനി വീട്ടിൽ നിന്ന് ഇടാനേ പറ്റുള്ളൂ. എന്നാലും ഇതൊന്ന് മടക്കി വെക്കട്ടെ. അതുപോലെ ഇത് പറഞ്ഞ പോലെ ഏതോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ എൻ്റെ ടോപ്പാണ്. ഇതൊരു സിൽക്കി മോഡലുള്ളതാണ്. മഴയത്തല്ലേ ഇടാൻ പറ്റും, അല്ലാണ്ട് ചൂടെടുക്കും. വെള്ള പാൻറ്റും ഇതും കൂടി ആകുമ്പോൾ കോളർ വെച്ചതാണ്. നല്ലൊരു രസമുള്ളൊരു ഡ്രസ്സായത്. അതങ്ങനെ കിടക്കട്ടെ. പിന്നെ വേറൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതും എന്നൊക്കെ എൻ്റെ അനിയത്തി വാങ്ങി തന്നെയാണ്. ഇതേതോ വിഷുവിനോ ഓണത്തിനോ എന്ന് എനിക്ക് തോന്നുന്നത് അവൾ വാങ്ങിച്ചു തന്നതാണ്. എനക്കും അനിയത്തിക്കും, എൻ്റെ മൂന്നാമത്തെ അനിയത്തിക്കും ഓള് ഒപ്പരം കൊണ്ടുത്തന്ന ഡ്രസ്സായത്. ഇത് ഞാനധികവും പിന്നെ വെള്ള പാൻറ്റിൻ്റെ കൂടെയാണ് ഇടൽ. നമുക്ക് എത്ര ചുരിദാർ കിട്ടിക്കഴിഞ്ഞാലും സാരി എടുക്കുന്ന ആൾക്കാർക്ക് സാരി കിട്ടിക്കഴിഞ്ഞാലും മടുത്തം വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒറ്റപ്പെട്ടതിൽ അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇത് ഈ ഒരു സംഭവം ശരിക്കും ഒറിജിനൽ കോട്ടനാണ്. ഇത് എൻ്റെ മോളെ പേടിയാണ് ഞാൻ വാങ്ങിയതാണ്. മോള് തന്നതല്ല, ഞാൻ വാങ്ങിയതാണേ. സംഭവം എന്ന് പറഞ്ഞാൽ എനക്കും എൻ്റെ 2 അനിയത്തിമാർക്കും നമ്മൾ ഒരുപോലത്തെ എടുത്തതാണ്. നല്ല വൃത്തിക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ചുരിദാറായത്. ഓളത് രണ്ടാളതും എന്തോ ആയിപ്പോയി. എൻ്റെത് ഞാൻ കഞ്ഞിവെള്ളമെല്ലാം മുക്കിയെല്ലാം അടിപൊളിയാക്കിയിട്ട് വെച്ച ഷാളും ഇതിൻ്റെ പാൻറ് എന്നോട് കയറിപ്പോയി. അതുകൊണ്ട് അത് പോട്ടെ, ഇവിടെ വെക്കാം. വെള്ള പാൻറ്റിൻ്റെ കൂടെയാണ് ഞാനത് ഇടൽ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് നല്ല എൻ്റെ ഈ ചുരിദാറിന് നമുക്കൊരു ഓർമ്മ ഉണ്ട്. എൻ്റെ സഹപാഠി ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഫസ്റ്റിൽ ഈ ചുരിദാർ ഇട്ടത്. നല്ല അടിപൊളി ചുരിദാർ. ഇത് അവളുടെ എനിക്ക് പറയാണ്ട് കൊണ്ടു തന്നൊരു ചുരിദാർ. അതിന് നല്ല റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒന്നും ആവുകയില്ല. നല്ല ചുരിദാറാണ്. എൻ്റെ അടുക്കന്ന് ഒരിക്കലും ഇപ്പം എന്നല്ല, ഒരു കാലത്തും എൻ്റെ അടുക്കന്ന് മക്കളതായിക്കോട്ടെ ആരതായിക്കോട്ടെ ഡ്രസ്സൊന്നും ആയിപ്പോയില്ല. ഞാൻ ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെ വൃത്തിക്ക് കൊണ്ടു നടക്കും. ഒന്നും വെയിലത്തിടാണ്ടോ അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. എൻ്റെ ചുരിദാറെല്ലാം എപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ കുറേ അലവലാദികളുണ്ട്. ഇത് ഞാൻ ഇതുവരെ ഇടാത്തൊരു ടോപ്പാണ്. ഈ ടോപ്പ് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് സത്യം പറയുക വെച്ചാൽ ഞാൻ തന്നെ വാങ്ങിയതാണ്. കുറ്റിയാടി ഒരു ജപ്പാൻ സെൻ്റർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന്. പക്ഷേ ഈ എന്തോ അന്നൊരു ഇതുകൊണ്ട് എന്നോട് എടുത്തു പോയതാണേ. അപ്പോൾ ഇതെനിക്ക് എന്തോ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ ഇത് നല്ല അടിപൊളി ഒരു കോട്ടൻ്റെ ടോപ്പാണ്. ചെറിയ കോളറുള്ള നല്ലൊരു ടോപ്പാണ്. കണ്ട അതിനൊരു പച്ച പാൻറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതെനിക്ക് മോള് തന്ന ടോപ്പാണ്. ഒക്കെ വേണ്ടാത്തല്ല ഓൾ എനിക്ക് തരും. ഓൾ എൻ്റെ നല്ല കാണുമ്പോൾ ഓൾ കൊണ്ടും
അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട്. ഒക്കെ എൻ്റെ അടുക്ക് എപ്പം നല്ല കാണുമ്പോൾ ഒക്കെ വേണ്ടി വരെ. അതുകൊണ്ട് ഇതോള് എനിക്ക് വാങ്ങി തന്ന ടോപ്പാണ്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നല്ല അടിപൊളി ടോപ്പാണ്. നല്ല അടിപൊളി ടോപ്പ് എന്ന് മാത്രമല്ല നല്ല റേറ്റും ഉണ്ട്. നല്ല ടോപ്പാണ്. ഇതിൻ്റെ 26ാമത്തെ വിവാഹ വാർഷികത്തിൽ ഭാവടമായി തന്ന ടോപ്പായി. നല്ല ഇതുകൊണ്ട് നല്ലൊരു കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റും. ഇതൊരു ടോപ്പാണ്. ഇത് ഞാൻ കുറച്ച് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ മോളോട് കയ്യിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റോസ് നെഗിനോ അല്ലെ മഞ്ഞയോ അങ്ങനത്തെ എന്തെങ്കിലും ഇടലുണ്ട്. പാൻറ്റില്ലാത്തതിന് ഇങ്ങനെ വെക്കട്ടെ. അപ്പോൾ ഇനി അലവലാതിയായിട്ടുള്ള കുറേ ഉണ്ട് ഉണ്ടോ. ഇത് ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കറുപ്പായതുകൊണ്ട് എനിക്ക് ഇടാൻ കുറച്ച് മടിയാണ്. എന്നാലും ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഈ പറഞ്ഞ പോലെ എനിക്ക് മോള് തന്നതാണേ. ഉള്ളതായത് ഇതിൻ്റെ റോസ് പാൻറ്റും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ചുരിദാറായത്. ചുരിദാറെന്ന് പറയാൻ പറ്റില്ല, ഒരു ടോപ്പ്. പാൻറ്റ് ഷോളൊന്നുമില്ല. ഞാൻ റോസ് പാൻറ്റാണ് ഇടൽ. ഇതെല്ലാം കോട്ടനാണ്. പക്ഷേ കറുപ്പിനെപ്പം ചൂട് ആകിരണം ചെയ്യാൻ പ്രത്യേക ഒരു കഴിവല്ലേ. അതുകൊണ്ട് ഇതങ്ങനെ ഞാൻ ഇടലില്ല. ഇത് ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയതാണ്. ഒന്നിനും പറ്റാത്തൊരു ടോപ്പ്. അന്നത്തെ ഈ ഒരു ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതധികമൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചതാണ്. എന്തോ അതൊരു രസമില്ല, പോരായ്മയുണ്ടത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അനിയത്തി തന്ന ടോപ്പ്. അനിയത്തി അവൾ ഇപ്പം അടുത്ത കഴിഞ്ഞ ഓണമല്ലേ ഈ ഓണത്തിന് അവൾ അടിച്ച് തന്ന ടോപ്പാണ്. എനിക്കിത് നല്ലൊരു ടോപ്പായിരുന്നു. ഒരു വെള്ളം ചേരുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അനിയത്തിയല്ല, ഇതിപ്പോൾ എൻ്റെ മോളെ ഷോപ്പിൽ നിന്ന് ബാവയുടെ എനിക്ക് വാങ്ങിച്ചു തന്ന ടോപ്പ് സെറ്റാണ് ഇത്. പക്ഷേ നിറയെല്ലാം പോയി ഇതിൻ്റെ. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു കളർ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ മെറൂണല്ല കരിങ്കാപ്പിയും കണ്ടോ. ഇതിൻ്റെ കാപ്പി പാൻറ്റ്. പിന്നെ ഇത് ഇതിനൊരു ഷോളും ഉണ്ട്. നല്ല അടിപൊളി ഒരു ഷോൾ കണ്ടോ. നല്ലൊരു മെറ്റീരിയൽ നല്ല. ഇത് ചുരിദാർ നല്ലതാണ്. പക്ഷേ നിറം പോയി. അതുകൊണ്ട് നമുക്കതിന് അധികം ഇടാൻ പറ്റൂല. പിന്നെ ഇത് ഈ ഒരു സംഭവം ഇത് നല്ലൊരു ടോപ്പാണ്. പക്ഷേ എങ്കിൽ ഇതിന് ഇറക്കം കുറവാണ്. ഇത് എനക്കും മൂക്കും ഒരേപോലത്തെ ഡ്രസ്സ് ടോപ്പ് അവിടെ കൊണ്ട് തന്നെയാണ്. അടിപൊളി ടോപ്പാണ്. പക്ഷേ പറഞ്ഞ പോലെ എനിക്ക് ഇത്തിരി ഇറക്കമില്ല. ഓക്കും അതുപോലെ തന്നെ ഇറക്കമില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കലില്ല. 2 പ്രാവശ്യം ഇട്ടിട്ട് ഇറക്കം കുറഞ്ഞത് തോന്നിയുകൊണ്ട് ഇങ്ങനെ തന്നെ അവിടെ വെച്ച്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് അവിടെ സ്റ്റുഡിയോ ഒന്ന് കൊണ്ടുവന്ന ടോപ്പാണ്. ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതും ഞാൻ ഇടലില്ല. അന്നേരം കൊണ്ടുവരുമ്പോൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കൊന്നും കൊണ്ടുതരില്ല. അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മടക്കാതെ വെച്ചിട്ടുണ്ട്. ഇട്ടിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും കൊടുക്കണം, മോക്കോ അനിയത്തിക്കോ. പിന്നെ ഈ ഒരു സംഭവം തലശ്ശേരി ട്രെൻഡ്സോ ഒന്നും അങ്ങനെയല്ലേ അവിടുന്ന് മോള് വാങ്ങിച്ചു തന്ന ടോപ്പാണ്. ഇത് നല്ലൊരു ടോപ്പാണ്. കുറേ ഇട്ട് മടുത്ത ടോപ്പാണ്. ഈ ഒരു ടോപ്പ് ഞാൻ ഫസ്റ്റ് ഇട്ടെന്നാണ് എൻ്റെ രോഗം എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയതാണ്. ഇങ്ങനെ അങ്ങനെ ഇടാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ കിടക്കട്ടെ, കളയാൻ തോന്നില്ലല്ലോ. കുറേ അതിൻ്റെ കാലിങ്ങനെ കുറച്ച് നേരിട്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇത് കോട്ട് വരുന്ന ചുരിദാറാണ്. ഇത് കണ്ടോ. ഇത് പെറ്റിക്കോട്ട് പോലെ ഒരു ഉള്ളിൽ ഇന്നറ്. ഇതിൻ്റെ കൂടെ എന്നാൽ ഇങ്ങനത്തെ ഒരു 2 ഡ്രസ്സ് ഉണ്ട് എനിക്ക് കേട്ടോ. എൻ്റെ കോട്ടാണിത്, ഓവർ കോട്ട് ഫുൾ കൈയെല്ലാം വെച്ചിട്ടുള്ള. ഇത് പറഞ്ഞ പോലെ 1700 അങ്ങനെ ഉണ്ടായിട്ട് ഈ വിറ്റയിക്കില്ലേ, ആ സമയത്ത് എനിക്ക് ലക്കിക്ക് കിട്ടിയതാണ്. അതിൻ്റെ കളർ കണ്ടിട്ട് ഞാൻ മോൾക്ക് കൊടുക്കാൻ വാങ്ങിയതാണ്. പക്ഷെ ഓളിത് അവൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓളിത് കൊണ്ടുപോയിട്ടില്ല.
അപ്പം അതും ഞാനിടലായി. അപ്പോൾ ഇനിയും ഉണ്ട് എൻ്റെ അടുത്ത് ചുരിദാർ ഇടയ്ക്കുമൊക്കെ. ഇതെൻ്റെ മോളെ ചുരിദാറാണ്. മോളെനിക്ക് തന്നതാണ്. ഞാൻ 25ാമത്തെ വിവാഹ വാർഷികത്തിൽ എടുത്ത ഫോട്ടോയിൽ എടുത്ത ചുരിദാർ എൻ്റെ മോളെ ചുരിദാറാണ്. അടിപൊളി റോസ് പാൻറ്റും റോസ് ഷാളുമുള്ള ഒരു അടിപൊളി ചുരിദാറായത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇനി എനിക്ക് 2 ചുരിദാർ ആറിയിട്ടിട്ടുണ്ട്. മടക്കി വെക്കാൻ ഇനിയും ഉണ്ട് പുറത്തെടുക്കാൻ. പിന്നെ ഒരു നല്ല ചുരിദാറുണ്ട് അളമാരിയിൽ, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സാണ് ഉണ്ടാ, ഇത് ഓവർ കോട്ട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ 2 ഡ്രസ്സ് ഉണ്ടെന്ന്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് ഇത്. പിന്നെ പറഞ്ഞ പോലെ ഒരു ദിവസം ഇട്ടതാണ്. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത് ഞാൻ അഴുക്കുണ്ടോയെന്നുള്ള. ഇത് ഇതിൻ്റെ ടോപ്പ് ഉണ്ടാ, ഇന്നറ് വെള്ള ഇന്നറ്. ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇതൊന്ന് അലക്കട്ടെ, ഇവിടെ മാറ്റി വെക്കാം. മോനെ പോക്കത് കൊച്ചോ, ഇതൊന്ന് എടുത്ത് വെക്ക് സച്ചു. ഇനി ഡ്രസ് എടുക്കണ്ടിട്ട് ഡ്രസ്